കണ്ടെന്ന് പറഞ്ഞെങ്കിൽ കട്ടർ ബോളേഴ്സിനെതിരെ എങ്ങനെ കളിക്കാം, ഹൗ ടു പ്ലേ അഗെയിൻസ്റ്റ് കട്ടർ ബോളേഴ്സ്. അപ്പോൾ കട്ടർ ചെയ്യുന്ന ബോളേഴ്സിനെതിരെ ഒരു ബാറ്റ്സ്മാന്റെ സ്റ്റാൻസ് എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണവശാലും നമ്മൾ ലെതർ ബോൾ കളിക്കുന്ന പോലെ ഈ ഒരു സ്റ്റാൻസിൽ നിൽക്കരുത്. കുറച്ച് ഓപ്പൺ അപ്പ് ആയിട്ട് ഈ ഒരു സ്റ്റാൻസിൽ വേണം ബോളേഴ്സിനെ ഫേസ് ചെയ്യാനായിട്ട് എപ്പോഴും നിൽക്കാനായിട്ട്. ഇങ്ങനെ ഓപ്പൺ അപ്പ് ആയി നിൽക്കുമ്പോൾ നമുക്കൊരു ബോളർ കട്ടർ എറിഞ്ഞാലും ഒരു സപ്പോസ് ഒരു പേസ് ഡെലിവറി എറിഞ്ഞാലും നമുക്ക് ബാറ്റ്സ്മാൻ പ്രിപ്പയർഡ് ആവാനുള്ള ഒരു സമയമുണ്ട്. ബാറ്റിന്റെ സ്വിംഗ് എങ്ങനെയായിരിക്കണം, ഒരു കട്ടർ ബോൾ കളിക്കുമ്പോൾ ഒരു ബാറ്റിന്റെ സ്വിംഗ് എങ്ങനെയായിരിക്കണം. ഒരു കാരണവശാലും നമ്മൾ ലെതർ ബോൾ കളിക്കുന്ന പോലെ ലെഗ് കട്ടർ എന്ന ബോളേഴ്സിനെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഓഫ് കട്ടർ എന്ന ബോളേഴ്സിനെ ഇങ്ങോട്ടോ കളിക്കാൻ നോക്കിയാൽ വളരെ ഈസി ആയിരിക്കില്ല. ഓരോ ബാറ്റ്സ്മാന്റെയും ശൈലി ഡിഫറെന്റ് ആയിരിക്കും. എന്റെ ശൈലി ആയിരിക്കില്ല നിങ്ങളുടെ ശൈലി, നിങ്ങളുടെ ശൈലി ആയിരിക്കില്ല എന്റെ ശൈലി. കട്ടർ ബോൾസിനെ കളിക്കാനായിട്ട് ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞെങ്കിൽ ഒരു കാരണവശാലും ബാറ്റ് സ്ട്രെയിറ്റ് ഫ്ലോ കൊടുക്കാതെ കുറച്ച് ക്രോസ് ആയിട്ട് കളിച്ചാൽ മാത്രമേ നമുക്ക് ബോൾ ഈസിലി മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കളിക്കുന്നതും രണ്ടും ഡിഫറെന്റ് ആണ്. കാരണം ഇങ്ങനെ കട്ടർ ബോൾസിനെ കളിക്കുമ്പോൾ ലെഗ് കട്ടർ എന്ന ബോളാണെങ്കിൽ കുത്തി ഇങ്ങോട്ട് തിരിയുന്നതും ഓഫ് കട്ടർ എന്ന ബോളാണെങ്കിൽ കുത്തി ഇങ്ങോട്ടും തിരിയുന്നു അല്ലെ. അപ്പോ ഇങ്ങനെ കളിക്കുമ്പോൾ ബോള് മിസ്സായി പോവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്നാൽ ആ ബോളേഴ്സിനെ നമ്മൾ കുറച്ച് ക്രോസ് ആയിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്റിന്റെ ഒരു വീതി നീളം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ബോള് പോകുന്ന രീതിയും അല്ലെങ്കിൽ ബാറ്റ് മീറ്റ് ചെയ്യുന്ന ഒരു ഏരിയയും ഒരുപാട് ഏരിയ കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് കുറച്ച് കട്ട് ചെയ്യുന്ന ബോളേഴ്സിനെ ഈസിലി ആയിട്ട് നമുക്ക് സ്വീപ്പോ അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് കളിക്കാനായിട്ട് പറ്റും. നമ്മളൊരു ലെഗ് കട്ടർ എന്ന ബോളേഴ്സിനെ നമ്മൾ ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ ബോള് മിസ്സായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ ബാറ്റ് ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ പറഞ്ഞു കുറച്ച് ക്രോസ് ആയിട്ട് അടിക്കുമ്പോൾ ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ ബോള് ഒരുപക്ഷെ ബോട്ടത്തിലോ ഒരുപക്ഷെ മിഡിലോ അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ കൊള്ളാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്രോസ് ബാറ്റ് കളിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നന്നായി കളിക്കാൻ പറ്റും. ഈ ടിപ്സിന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരും ഡൗട്ട് ചോദിക്കേണ്ട, ചേട്ടൻ എന്തുകൊണ്ടാണ് അങ്ങനെ ക്രോസ് ബാറ്റ് കളിക്കാത്തതെന്ന്. കാരണം എന്റെ ഒരു ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു ശൈലിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ശൈലി ഉണ്ടായിരിക്കും. ആ ശൈലിയിൽ തന്നെ കൂടുതൽ ഷോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. കട്ടർ ബോളേഴ്സ് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് ഷോട്ട് ട്രൈ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാരണം ഏറ്റവും അവസാനം ലാസ്റ്റ് മൊമെന്റിൽ കുറച്ച് എന്താ പറയുക റിലീസിന് ശേഷം അവസാന മൊമെന്റിൽ മാത്രം അടിക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇപ്പൊ ഒരു ലെഗ് കട്ടർ എന്ന ബോളർ അപ്പൊ നമുക്ക് ലെങ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു പക്ഷേ ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് ആയിരിക്കാം ലെങ്ത്തിൽ ബോൾ ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ ലെഗ് സ്റ്റംപ് ആയിരിക്കും, അതായത് നമ്മുടെ ബോഡിയുടെ ഇപ്പുറത്തായിരിക്കും ലെഗ് കട്ടർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ബോളേഴ്സിനെ എസ്പെഷ്യലി ഒരു ലെഗ് കട്ടർ എന്ന ബോളേഴ്സിനെ നമ്മൾ ഏത് ലെങ്ത്തിൽ സ്വീപ്പ് ഷോട്ട് അല്ലെങ്കിൽ ക്രോസ് ഷോട്ട് അടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇവിടെ പിച്ച് ചെയ്യാത്ത ബോൾ ഇപ്പോൾ ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് പിച്ച് ചെയ്യുന്നു, ആ ബോൾ എന്ത് ചെയ്യുന്നു? ആ ബോൾ ഒരു കാരണവശാലും സ്വീപ്പ് അടിക്കാനായിട്ട് നോക്കരുത്. കാരണം ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് പിച്ച് ചെയ്യുന്ന ഒരു ലെഗ് കട്ടർ ഡെലിവറി ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനോ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനോ ആയിക്കോട്ടെ, സ്വീപ്പ് അടിക്കാൻ നോക്കുമ്പോൾ കൂടുതൽ 99% അത് ടോപ്പ് എഡ്ജ് ആവാനാണ് ചാൻസ്. ആ ബോൾ എന്ത് ചെയ്യണം? ആ ബോള് നമുക്ക് കളിക്കാനായിട്ട് ഒരു റൈറ്റ് ഹാൻഡോ ലെഫ്റ്റ് ഹാൻഡർ ആയിക്കോട്ടെ, ഡെവലപ്മെന്റ് ഷോട്ട് റിവേഴ്സ് ഷോട്ടാണ്. ബാറ്റ്സ്മാൻ ഒരു റൈറ്റ് ഹാൻഡോ ലെഫ്റ്റ് ഹാൻഡർ ആയിക്കോട്ടെ, നമുക്ക് ഞാൻ പറഞ്ഞു നേരത്തെ കുറച്ച് ക്രോസ് ഷോട്ടോ അല്ലെങ്കിൽ സ്വീപ്പ് ഷോട്ടോ കട്ടർ ബോളേഴ്സിനെ കളിക്കാൻ എഫക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. ആ ലെങ്ത് എന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും സൂട്ടബിൾ ലെങ്ത് ഉണ്ട് നമ്മുടെ ബോഡിയിലുള്ള ബോളുകൾ. അതായത് ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപിൽ പിച്ച് ചെയ്യുന്ന ബോൾ അല്ലാതെ നമ്മുടെ ബോഡി ലൈനിൽ പിച്ച് ചെയ്യുന്ന ബോളുകൾ. അതായത് ഈ ബോൾ കണ്ടാൽ അറിയാൻ പറ്റും, ഇവിടെയോ കുറച്ച് ബാക്കിലായിക്കോട്ടെ കുറച്ച് ഫ്രണ്ടിലായിക്കോട്ടെ, ഈ ഒരു ഏരിയയിൽ പിച്ച് ചെയ്യുന്ന ബോളുകൾ നമുക്ക് കുറച്ച് ക്രോസ് ഷോട്ട് കളിക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. അത് പറഞ്ഞു ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് പിച്ച് ചെയ്യുന്ന ഒരു ലെങ്ത് ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇത് കുറച്ച് ഫ്രണ്ടിൽ ലെങ്ത് ആണ്, ഇത് കുറച്ച് ബാക്കിലോ അല്ലെങ്കിൽ ലെങ്ത്തിലോ ഏരിയയിൽ എവിടെ വേണേലും ആവാം. അപ്പോൾ ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് പിച്ച് ചെയ്യുന്ന ഒരു ലെഗ് കട്ടർ ഡെലിവറി, അത് ഓഫ് കട്ടർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ലെഗ് കട്ടർ മോസ്റ്റ് സൂട്ടബിൾ ആണ് റിവേഴ്സ് കളിക്കാനായിട്ട്. ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ കട്ട് മാത്രം എറിയുന്ന ബോളേഴ്സ് ആണെങ്കിൽ നമുക്ക് റിവേഴ്സിന് പ്ലാൻ ചെയ്യാൻ പറ്റും. എന്നാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോൾസ് ഡെലിവറി ചെയ്യുന്ന ബോളർ ആണെങ്കിൽ കുറച്ച് അലേർട്ട് ആയിരിക്കണം ബാറ്റ്സ്മാൻ എപ്പോഴും. നമ്മൾ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുന്നു, ഓക്കെ, അപ്പോൾ ഒരു ലെഗ് കട്ടർ ഡെലിവറി മാത്രം എറിയുന്ന ഒരു ബോളർ ആണെന്നുണ്ടെങ്കിൽ ആ ബോളർ കളിക്കാൻ വളരെ ഈസിയാണ്. കാരണം ആ ബോളർ എറിയുന്ന പിച്ച് ചെയ്യുന്ന ലെങ്ത് അനുസരിച്ച് നമുക്ക് ഷോട്ടുകൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വീപ്പ് അടിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഔട്ട് സൈഡ് ഓഫ് മാത്രം എറിയുന്ന ബോളർ ആണെങ്കിൽ നമുക്ക് പ്രിപ്പയർഡ് ആവാൻ സാധിക്കും. അതായത് കുറച്ച് ഷഫിൾ ചെയ്ത് വന്നിട്ട് ഈ റിവേഴ്സ് ഷോട്ട് അടിക്കാം. കാരണം ഇവിടെ കുത്തിയിട്ട് ലെഗ് കട്ടർ എന്ന ബോള് ഒരു കാരണവശാലും ഇങ്ങോട്ട് അടിക്കുന്നതൊക്കെ നല്ലത് റിവേഴ്സ് അടിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. കാരണം നമുക്ക് വിക്കറ്റുകൾ 3 ടൈപ്പ് വിക്കറ്റ് ഉണ്ട്. ഒന്ന് കോൺക്രീറ്റ് വിക്കറ്റ്, ഒന്ന് ടഫ് വിക്കറ്റ്, ഒന്ന് മണ്ണ് വിക്കറ്റ്, അതായത് മഡ് വിക്കറ്റ്. മഡ് വിക്കറ്റിൽ നമുക്ക് കട്ടർ ബോളേഴ്സിന് കളിക്കാൻ കുറച്ച് ടഫാണ്. കാരണം ഒരു അൺഈവൻ ജമ്പും എക്സ്ട്രാ ടേണും കിട്ടുന്ന ഒരു വിക്കറ്റാണ് മണ്ണ് വിക്കറ്റ്. ആ വിക്കറ്റിൽ നമുക്ക് കുറച്ചുകൂടി സൂട്ടബിൾ ആയിട്ടുള്ള കളി കുറച്ച് ക്രോസ് ബാറ്റ്സ് ആയിരിക്കും. എന്നാൽ ഒരു കോൺക്രീറ്റ് വിക്കറ്റിലാണ് അല്ലെങ്കിൽ ടർഫ് വിക്കറ്റിലാണെങ്കിൽ നമുക്ക് ബോൾ ജഡ്ജ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് ലെഗ് കട്ടർ എന്ന ബോളേഴ്സിനെ ഒരു പക്ഷേ ഈ സ്റ്റാൻസ് നിന്നിട്ട് നമുക്ക് കവേഴ്സിൽ അടിക്കാനും അല്ലെങ്കിൽ ഓഫ് കട്ടർ എന്ന ബോളേഴ്സിനെ കുറച്ച് ഫ്ലിക്ക് അടിക്കാനും വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ കട്ടർ ബോളേഴ്സിനെതിരെ എങ്ങനെ കളിക്കാം എന്നുള്ള വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ക്രിക്കറ്റ് വീഡിയോസിനായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക.